ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. MDMA കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഈ പ്രതികളുടെ കോൾ ലിസ്റ്റ് പുറത്തുവിടണം എന്നാണ്. ഞങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് കോൺഗ്രസുകാരൊക്കെ വലിയ രൂപത്തിൽ പ്രചരണം നടത്തുമ്പോൾ ആ കോൾ ലിസ്റ്റൊക്കെ പുറത്തുവിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമെല്ലാം ആ സെക്കൻഡിൽ തന്നെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റപ്പോഴാണ് ഞാൻ കാണാൻ പോയത് എന്നാണ്. ഇന്നലെ നവകേരള മാർച്ചിന്റെ തീയതിയെല്ലാം നമുക്കറിയാം. ആ നവകേരള യാത്രയുടെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നെയാണ് ഇവരുടെ കൂടിക്കാഴ്ച നടന്നത് എന്ന് ആ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതിനകത്ത് അടിമുടി ദുരൂഹതയാണ്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഇവരുമായിട്ടുള്ള ബന്ധം വെളിപ്പെട്ടു വരികയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ, മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ പുറത്തുവരികയുള്ളൂ. ഇന്നിപ്പോ കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ കാസർഗോഡ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സാക്ഷികളെ ഇവർ ചേർത്തിട്ടുണ്ട്. ആ സാക്ഷികളിൽ എല്ലാവരും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. അപ്പൊ ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഏതായാലും VD സതീശനെയും ഈ സംഘത്തെയെല്ലാം ജയിലിലേക്ക് അയക്കാനുള്ള മൊഴി കൊടുക്കില്ലല്ലോ. അപ്പോ അതിനകത്തെല്ലാം അടിമുടി ദുരൂഹതയുണ്ടായിട്ടുണ്ട്. ഇതിന്റെ നോഡൽ ഓഫീസറെ മാറ്റിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ തൂഫാൻ പദ്ധതിയുടെ നോഡൽ ഓഫീസറെ മാറ്റിയത് എന്ന ചോദ്യം ഉയരുകയാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ നടത്തണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. തൂഫാനെതിരെ UDF-ൽ നിന്ന് തന്നെ ഒരു വെട്ട് എന്ന് നമുക്ക് പറയേണ്ട സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായിട്ടും ചെന്നിത്തലയുടെ തൂഫാൻ ഇത്തരം സംഘങ്ങൾക്കെതിരെയാണെങ്കിൽ ഇത്തരം സംഘങ്ങളെ പുറത്തു കൊണ്ടുവന്ന് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള തൂഫാനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ തൂഫാൻ ആർക്കെതിരെയാണ് എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, ഈ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയേണ്ടതുണ്ട്. കോൾ ലിസ്റ്റും മറ്റുമൊക്കെ പുറത്തു വരുമ്പോൾ കൂടുതൽ പ്രമുഖരായ UDF നേതാക്കളൊക്കെ ഇതിന്റെ ഭാഗമാകുമെന്ന് ഭയമുണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാഥമികമായിട്ടുള്ള ചില അന്വേഷണത്തിൽ 7 ജില്ലകളിൽ ഈ സാധനമെല്ലാം വിതരണം നടത്തിയിട്ടാണ് കാസർഗോഡ് എത്തിയിട്ടുള്ളത്. അപ്പൊ 7 ജില്ലകളിലും DCC ഓഫീസിന്റെ മുമ്പിലുള്ള CCTV പരിശോധിക്കണം. ഇവർക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധമാണ്. അപ്പൊ അവിടെ VD സതീശന്റെ വീട്ടിലേക്ക് ഓടിക്കയറാനും VD സതീശന് തോളിൽ കൈയിടാനും തന്റെ മകന്റെ പിറന്നാളിന് VD സതീശന്റെ വീട്ടിൽ പോയി കേക്ക് മുറിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇവർക്ക് DCC പ്രസിഡന്റുമാരുമായിട്ടും മറ്റ് പല നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം നമുക്കറിയാലോ. അപ്പൊ ഈ ബന്ധത്തെയാണ് ഇവര് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ ഇത്തരം സംഘങ്ങളുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസുകാർക്കറിയാം. പക്ഷേ ഇവരുടെ എല്ലാം കൈകളിലാണ് ഈ സോഷ്യൽ മീഡിയ സൈബർ ലോകം. അതുകൊണ്ട് ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഇതിനെയെല്ലാം ന്യായീകരിക്കുന്നു എന്ന് വേണം കാണാൻ. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ 7 DCC ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക.